വൈകുന്നേരം ചായക്ക് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. ഇതുപോലെ ഒരു കപ്പ് റവ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബൗൾ നിറയെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പലഹാരം നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് ചേരുവകളുടെ ഒന്നും ആവശ്യമില്ലാതെ സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. കുട്ടീസൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. ഇപ്പൊ വൈകുന്നേരം മിസ് ചെയ്യാതെ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ അറിയിക്കണേ. കണ്ടു നോക്കിയാലോ എങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ പഞ്ചസാരയല്ല ശർക്കരയാട്ടോ മധുരത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 1 കപ്പ് ശർക്കരയാട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടി തിളപ്പിച്ച് ശരിക്കും ഒന്നുകൂടെ അലിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശർക്കരയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഒരു 2-3 എണ്ണം വരെയൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. അത് വലിപ്പമൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. മറിച്ച് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് ശർക്കര എടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്നുകൂടെ തിളച്ച് ശരിക്കും ഒന്നുകൂടെ അലന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വലിയ ചൂടൊക്കെ ഒന്നുകൂടെ ആറി വരാനായിട്ട് വെയിറ്റ് ചെയ്യായി. നമ്മുടെ ശർക്കരയൊക്കെ നല്ലോണം തന്നെ ഒന്നുകൂടി ചൂടാറി വരുന്ന സമയത്ത് നമ്മുടെ റവ ഒന്നുകൂടെ പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാറ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് തന്നെ റവ ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ വറുത്ത റവയാട്ടോ എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഒരു 2-3 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏലക്കയും അതേപോലെ തന്നെ റവയും നല്ലോണം തന്നെ ഒന്നുകൂടി പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ റവയും ഏലക്കയൊക്കെ നന്നായിട്ട് തന്നെ ഒന്നുകൂടി പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടോ ഇതേപോലെ ഒട്ടും തന്നെ തെരുതെരിപ്പൊന്നുമില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നനഞ്ഞ ജാർ എടുക്കരുത്. ഇതേപോലെ ശരിക്കും ഉണങ്ങിയ ജാർ വേണം കേട്ടോ പൊടിക്കാനായിട്ട് എടുക്കാനായിട്ട്. അത്യാവശ്യം വലിപ്പമുള്ള മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 1 കപ്പ് റവ എടുക്കുമ്പോൾ അതിന്റെ നേർപകുതി 1/2 കപ്പ് ഗോതമ്പ് പൊടി വേണം ചേർക്കാനായിട്ട്. ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമ്മുടെ ഈ റവയും ഗോതമ്പ് പൊടിയും ഉപ്പും ശരിക്കും ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കുക. ഇനി നമ്മുടെ ഈ റവയുടെ മിക്സിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കരപ്പാനിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയൊരു ചൂടുണ്ട്, എന്നാൽ വലിയ ചൂടൊന്നുമില്ല കേട്ടോ. നമ്മുടെ കൈ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു ചൂട് അത്ര മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാവേ. ഇപ്പൊ ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്, അത് കുഴപ്പമില്ല. ഒന്നെങ്കിൽ ഇതിലേക്ക് വെള്ളം ചേർത്ത് ലൂസാക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് ലൂസാക്കാം കേട്ടോ. ഞാനിവിടെ വെള്ളത്തിന് പകരം പാലാട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സാധാരണ കവർ പാല് തന്നെയാണ്. ഇതേപോലെ ആദ്യമേ കുറച്ച് ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കാം. ആദ്യമേ ഒരുമിച്ച് ചേർക്കണ്ട, ഇതേപോലെ കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. നല്ലോണം തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. കണ്ടോ, ഒരു 1/2 കപ്പ് പാല് ചേർത്തപ്പോൾ ഈ ഒരു കട്ടിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് പോരാ, ഇത് കുറച്ച് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി പാല് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് ലൂസാക്കാം. അങ്ങനെ ആദ്യമേ ഒരു 1/2 കപ്പും വീണ്ടും ഒരു 1/4 കപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പച്ചവെള്ളം ചേർക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഇതേപോലെ പാല് ചേർത്ത് റെഡിയാക്കി എടുക്കുന്നതാണ്. കണ്ടോ, ഈ ഒരു പരുവം കറക്റ്റ് ആണ്. നല്ല കട്ടി കൂടുതലുമില്ല, എന്നാൽ ഒരുപാട് അങ്ങോട്ട് ലൂസൊന്നും ആയിപ്പോയിട്ടില്ല. പാകത്തിനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടതാ ഇതുപോലെ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം തന്നെ പൊങ്ങി ശരിക്കും സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഈ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുത്താലുണ്ടല്ലോ നമ്മുടെ സ്നാക്സിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടതാ ഇത് ഒരുപാട് ലൂസും ഇല്ല, നല്ല കട്ടിയില്ലാതെ പാകത്തിനായിട്ടാണ് നമുക്ക് മാവ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഒട്ടും തന്നെ സമയമൊന്നും കളയണ്ട, നേരെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതേപോലെ ഒരു ഉണ്ണിയപ്പച്ചട്ടിയാട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. എല്ലാ കുഴിയിലേക്കും കുറച്ച് മാത്രം നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുക. ചൂടായിട്ട് വന്നതിന് ശേഷം ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതേപോലെ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നിറച്ചൊഴിക്കേണ്ട, ഇതേപോലെ ഒരു 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രമാക്കി കൊടുക്കണേ. അങ്ങനെ എല്ലാ കുഴിയിലേക്കും ഇതേപോലെ ഒരു 1/4 ഭാഗത്തോളം മാവാക്കി കൊടുക്കുക. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി മൂടി വെച്ച് നല്ലോണം തന്നെ ഒന്നുകൂടെ വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാവേ. ഈ ഒരു പരിവാട്ടോ മാവിന്റെ കറക്റ്റ് ആയിട്ടുള്ളത്. ഒരുപാട് ലൂസ് കൂടുതലുമില്ല, എന്നാൽ തീരെ അങ്ങോട്ട് കുറഞ്ഞും പോയിട്ടില്ല. അങ്ങനെ ഒരു വശമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു കത്തി ഉപയോഗിച്ച് പതുക്കെ ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് മറിച്ചിട്ട് കൊടുത്താലും മതി. കണ്ടതാ ഒരുപാട് മുരിഞ്ഞൊന്നും പോവാതെ പാകത്തിനായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ തന്നെയാട്ടോ എപ്പോഴും ഇരിക്കുന്നത്. ഇനിയിപ്പോൾ മറുവശവും കൂടി ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ റെഡിയായി വന്നതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. 2 വശം നന്നായിട്ട് തന്നെ ഒന്നുകൂടെ റെഡിയായി വരട്ടെ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. റവയും അതേപോലെ തന്നെ ശർക്കരയും പാലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതല്ലേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി സ്നാക്സ് തന്നെയാണ്. എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടതാ 1 കപ്പ് റവ കൊണ്ട് ഇതേപോലെ ഒരു ബൗൾ നിറയെ സ്നാക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയോ ഓയിലോ ഒന്നും ചേർക്കാതെ ഏറ്റവും ഹെൽത്തി ആയിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. വൈകുന്നേരം കുട്ടീസൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ വേർത്ത് ശരിക്കും വെന്ത് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടതാ ഇതുപോലെ. മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നല്ല ചൂട് ചായയുടെ ഒക്കെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. കൂടെ തന്നെ വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഇതേപോലുള്ള വേറെയും ഒരുപാട് സിമ്പിളായുള്ള സ്നാക്സ് റെസിപ്പീസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ അടിപൊളി വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.